കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ചു. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷത്തിലാണ് പ്രതിഷേധം. ഹർത്താലുമായി സഹകരിക്കില്ല എന്നാണ് വ്യാപാരികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും തോന്നുന്നു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ഏതായാലും വിശദാംശങ്ങൾ നൽകാൻ രാഹുൽ KV ഉണ്ട്. രാഹുലിനോട് തന്നെ ചോദിക്കാം. രാഹുൽ, ഗുഡ് മോർണിംഗ്. കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, പതിവ് പോലെ തന്നെ വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഹർത്താൽ പൂർണ്ണ വിജയമെന്ന് പറയാനാവില്ല അല്ലേ? മോത്തി, ഹർത്താലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ ഹർത്താലിനോട് അത്ര കണ്ട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഒരു ഞായറാഴ്ച, ഒരു അവധി ദിനം എങ്ങനെയാണോ സാധാരണയായി ഉണ്ടാവുക, ആ വിധത്തിൽ മാത്രമേ നിരത്തുകളിൽ ആളുകളായാലും വാഹനങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ എന്നതാണ്. നമ്മളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. ലോക്കൽ റൂട്ടിൽ ഓടുന്ന ബസ്സുകളുടെ കുറവുണ്ട്, പക്ഷേ ബാക്കി ബസ്സുകളൊക്കെ, സ്വകാര്യ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്, സർവീസ് നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. ഒപ്പം കടകളിൽ ബഹുഭൂരിഭാഗവും ഇതിനകം തന്നെ തുറന്ന് പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. ഹർത്താലിനോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഇന്നലെ തന്നെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയും വ്യാപാര വ്യവസായി സമിതിയും പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് കടകൾ ഏതായാലും ബഹുഭൂരിഭാഗവും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനം 10:30 ആരംഭിക്കും. DCCയിൽ നിന്നാണ്. ഇന്നലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിനൊരു പകലായിരുന്നു. അതിലുള്ള പ്രതിഷേധമാണ് ഇന്നത്തെ ഈ ഹർത്താൽ കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതും. നമുക്ക് ഇവിടെ ഉള്ള ആളുകളോടൊക്കെ ചോദിച്ചു നോക്കാം. ഇന്ന് ഹർത്താലാണെന്ന് അറിഞ്ഞിരുന്നോ? ഇന്നലെ രാത്രി അറിഞ്ഞു. ഇപ്പം എങ്ങോട്ട് പോകാൻ നിൽക്കുന്ന? പൂരാച്ചുണ്ട്. ബസ്സില്ലേ? ബസ് നോക്കിയിട്ട് കിടപ്പുണ്ട്, പക്ഷെ പോകുന്നില്ലെന്നോ, അടച്ചിട്ടേക്ക്. വേറൊരു ബസ് അതിൽ പോയിന്ന് തോന്നുന്നു. അത് വേറെ പേരാമ്പ്രസൊക്കെ പോയത്. പൂരാച്ചുണ്ട് ബസ് പോയിട്ടില്ല. എവിടുന്ന് വരുന്ന ഹർത്താല്? ഞാനിവിടെ നേഴ്സാ, ഡ്യൂട്ടി കഴിഞ്ഞു. ആ ബസ് ഓടുന്നില്ലെന്നാണ് പറഞ്ഞേ? അവിടെ ആരെയും കാണുന്നില്ല ചോദിക്കാനായിട്ട്. ഡ്രൈവർ ആരെയും കണ്ടില്ല. വരുമായിരിക്കും അല്ലേ? വരുമായിരിക്കും. ആരോടെയും ചോദിക്കണം. ഉണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ചില ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഹർത്താൽ ദിവസം സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത്തരത്തിലൊരു ഫീലില്ല. ചേട്ടാ, എങ്ങോട്ട് പോകാനുള്ള? വയനാട്ടുകാരാണ്. വയനാട്. അവിടെ ഇവിടെ ഹർത്താലാണെന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല, അറിയില്ല. അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയതാ, ഇഞ്ഞാന്ന് പോയതാ. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ പെട്ടെന്ന് ഹർത്താലിന് ഞങ്ങൾ അറിയില്ല. അപ്പോൾ വയനാട്ടിൽ നമ്മളെ പ്രശ്നം, വീട് ആർക്കും വെച്ച് കൊടുക്കുന്നതിൻ്റെ സ്ഥലമില്ല. ആര് പാവപ്പെട്ട് ഇപ്പോഴും അതേ സ്ഥിതി. അത് വയനാട്ടിലെവിടെ? കൽപ്പറ്റ ചൂരൽമല. ചൂരൽമലക്കാരനാണ്. വീട് എപ്പോൾ കിട്ടും? എനിക്ക് വേണോ, എൻ്റെ ഏട്ടർക്ക് വേണോ, എൻ്റെ അനിയനുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണോ, കുടുംബത്തിലോ ഒരു പെണ്ണ് മരിക്കാൻ കിടക്കുകയായിരുന്നു. പെണ്ണ് അറിയാലോ അല്ലേ? രാഹുലെ, സാധാരണക്കാരന്റെ ചോദ്യമാണത്. അത് സന്ദർഭമോ സാഹചര്യമോ നോക്കാതെ ഒരു പാവപ്പെട്ടവൻ പ്രതികരിച്ചു പോയാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ? കിട്ടായിരിക്കും. വയനാട്ടിൽ ബസ് ഉണ്ടോ? തീർച്ചയായും അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ്. ഹർത്താലിനിടെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ പുനരധിവാസം സംബന്ധിച്ച സംശയങ്ങൾ, വീട് പുനരധിവാസം എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്ന കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ സഹായം ഒക്കെ വൈകി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി, സംസ്ഥാനം അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി നിൽക്കുന്ന അവസ്ഥയുടെ. എന്താ വയനാട്ടിൽ ബസ് ഉണ്ടോ? വയനാട്ടിലേക്ക് ബസ്സുണ്ട്, KSRTC പോകുന്നുണ്ട്. പ്രൈവറ്റ് കുറച്ച് കുറവുണ്ട്. KSRTC ബസ്സുകളുണ്ട്. അത് അവിടെ തന്നെ പോണോ? അല്ല, ഇവിടെ വരും. അത് ഞാൻ നാട്ടിൽ പോയി, നാട്ടിലേക്ക് ഇപ്പം ഇവിടെ വന്നപ്പോൾ അറിഞ്ഞ് ഇവിടെ എന്താണ് മറ്റേ ഹർത്താളെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇഷ്ടമാണ്. ശരി, ബസ് വരും. ചേട്ടാ, നിങ്ങളെങ്ങോട്ട് പോകാനുള്ള? വയനാട് പോകാം. വയനാട്ടിലേക്ക്. ഹർത്താൽ അറിഞ്ഞതല്ലേ? ഹർത്താൽ പെട്ടെന്നാണ് അറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഹർത്താലുള്ള വിവരം അറിഞ്ഞത്. ഇങ്ങനെ പെട്ടെന്നുള്ള അഴിക്കളി ഹർത്താലുകൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്.
ഇവര് എനിക്ക് തോന്നുന്നു ഹർത്താൽ നമ്മൾ സാധാരണയൊക്കെ കാണുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു. ഏതാണ്ട് സാധാരണഗതിയിലൊക്കെ തന്നെയാണ് അവിടെ നിത്യജീവിതം മുന്നോട്ട് പോകുന്നത്. ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്, വളരെ ചുരുങ്ങിയ ബസ്സുകളൊക്കെ സർവീസ് ഇല്ല എന്ന് മാത്രം. ഒപ്പം അവശ്യ സർവീസുകൾ കിട്ടുന്നുണ്ട്, സേവനങ്ങൾ കിട്ടുന്നുണ്ട്, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറന്നിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഹർത്താൽ. അതിനിടയിലാണ് ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം. വയനാട്ടിൽ ചൂരൽമലക്കാരനാണ്, എനിക്ക് എപ്പോൾ വീട് കിട്ടും എന്ന ചോദ്യം. നിഷ്കളങ്കമായ ഒരു സാധാരണക്കാരൻ്റെ ഗതികെട്ടുള്ള ചോദ്യമാണ്. എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടായെങ്കിൽ ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. എല്ലാം ശരിയാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം.